വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി. ആദ്യമായി ചെറുതായി മുറിച്ച മീൻ കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതേസമയം ബിരിയാണിക്ക് ആവശ്യമായ അരി കുതിർത്തി വയ്ക്കാൻ മറക്കരുത്. ശേഷം ബിരിയാണിക്ക് ആവശ്യമായ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ തയ്യാറാക്കി വയ്ക്കുക. 5 മുതൽ 6 സവോള വരെ ചെറുതായി അരിഞ്ഞതും 4ഓളം തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൂടെ പച്ചമുളകും ചെറിയ ജീരകവും കറിവേപ്പിലയും ചേർത്ത് നന്നായി ചതച്ച് വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ, നെയ്യ് എന്നിവ ചേർത്ത് നന്നായി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് 2 സൈഡും ചെറിയ രീതിയിൽ വറുത്തെടുക്കുക. ശേഷം അതേ എണ്ണയിലേക്ക് ഉള്ളി ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതും നന്നായി വഴണ്ടി വരുമ്പോൾ മസാലകൾ ചേർത്ത് മിക്സ് ചെയ്യുക. ചേർക്കേണ്ട മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, മല്ലിപ്പൊടി, ചെറിയ അളവിൽ മല്ലിപ്പൊടി എന്നിവയാണ്. മസാല നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് തൈര്, നാരങ്ങ നീര് എന്നിവ ചേർക്കുക. ശേഷം വറുത്തു വെച്ച മീൻ അതിലേക്ക് ആഡ് ചെയ്യുക. ഇതേ സമയം തന്നെ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഹോൾ സ്പൈസസുകളെല്ലാം ചേർത്ത് അരി വേവിക്കാൻ വയ്ക്കുക. അരി വേവിക്കുമ്പോൾ ഓയിലും നാരങ്ങ നീരും ചേർക്കാൻ മറക്കരുത്. രമ്പയില ചേർക്കുന്നത് ബിരിയാണിക്ക് നല്ല ഫ്ലേവർ നൽകുന്നതാണ്. അരി വേവുന്ന വെള്ളത്തിൽ നിന്ന് അല്പം എടുത്ത് ഈ മസാലയിലേക്ക് ചേർത്ത് മസാല നല്ല ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുക. ശേഷം മസാല വെന്തതിന് ശേഷം അതിലേക്ക് മീൻ ചേർക്കുക. ചെറിയ രീതിയിൽ അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതാണ്. മസാലയ്ക്ക് കൺസിസ്റ്റൻസി കൂട്ടാൻ ഈ അരി വേവിക്കുന്ന വെള്ളം കുറച്ച് ചേർക്കാവുന്നതാണ്. അരി വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പകുതി ആദ്യഘട്ടവും ബാക്കിയുള്ളത് 2ാം ഘട്ടവുമായി ചേർക്കുക. ശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് ദം ചെയ്യുക. പിന്നീട് അടുപ്പ് ഓഫ് ചെയ്ത് 30ഓളം മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ശേഷം രുചികരമായ ബിരിയാണി തയ്യാറാകും.